1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഓർമ്മയിലാണെന്ന് രാജ്യം. ഒരു 13 ദിവസം കൊണ്ട് നമ്മുടെ ധീര സൈനികർ പാകിസ്ഥാനെതിരെ വിജയം നേടി. ജനറൽ ജഗജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സേന പാകിസ്ഥാനെ നേരിട്ടു. അവസാനം പാകിസ്ഥാൻ സേന കീഴടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വി പി ജെയിംസിൻ്റെ ഓർമ്മയിൽ അതൊക്കെ ഉണ്ടാകും. വി പി ജെയിംസ് നമുക്കൊപ്പം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് വി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ് 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 ഹായ്. പക്ഷേ എസ് കെ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ ഒരു ഓർമ്മ കൂടിയാണ്. കാരണം എൻ്റെ പിതാവ് 7 യുദ്ധങ്ങളിൽ പങ്കെടുത്തതിൽ അവസാനമായി പങ്കെടുത്ത യുദ്ധം കൂടിയാണ് ഈ ബംഗ്ലാദേശ് യുദ്ധം. അന്ന് ബംഗ്ലാദേശിൽ 93,000 സൈനികർ, പാകിസ്ഥാൻ്റെ സൈനികർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ ചരിത്രത്തിൽ തന്നെ വലിയൊരു കീഴടങ്ങലായിരുന്നത്. 93,000 പേരുടെയും ബെൽറ്റ് അഴിച്ചു വെപ്പിച്ച് തൊപ്പി ഊരി വെപ്പിച്ച ആ കഥ ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1971 യുദ്ധത്തിന് 13 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ശക്തി കാണിച്ച ഒരു പോരാട്ടമായിരുന്നു. ഡിസംബർ 3 തുടങ്ങി ഡിസംബർ 16 ഇന്ത്യ വിജയ ശ്രീലാളിതരായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എസ് കെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന അമേരിക്ക അന്ന് പാകിസ്ഥാൻ്റെ പക്ഷത്തായിരുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബ്രിട്ടൻ്റെ നാവികസേനയുമായിട്ട് ചേർന്ന് ഇന്ത്യയുടെ 10 നഗരങ്ങൾ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണ്. ഇന്ദിരാഗാന്ധി ഇതൊക്കെ മുന്നിൽ കണ്ടാവണം. സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. ഏത് സമയവും ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ടായാൽ സോവിയറ്റ് യൂണിയൻ ഇടപെടും, സൈനികമായി ഇടപെടുമെന്ന് അന്ന് പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് അധികാരിയായിരുന്ന ബ്രഷ്നേവിനെ ഇന്ദിരാഗാന്ധി വിളിക്കുന്നു. സോവിയറ്റിൻ്റെ മുഴുവൻ നാവികസേനയുടെ കോറായിട്ടുള്ളത് എത്തുന്നു. അവർ ഈ കപ്പൽപ്പട 7ാം കപ്പൽപ്പട വരുന്നതിൻ്റെ റൂട്ടിൽ ഇന്ത്യയുടെ വിക്രാന്ത് അടക്കമുള്ള യുദ്ധക്കപ്പലുകളുമായിട്ട് നിൽക്കുന്നു. 7ാം കപ്പൽപ്പടയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ചരിത്രം വേറെ ഒന്നാവുമായിരുന്നു പറയില്ല. 13 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കില്ലായിരുന്നു. ഇന്ത്യ അത്രയും വലിയ അമേരിക്കയുടെ മൈറ്റിനെതിരെയുള്ള നേടിയ ഒരു വിജയം കൂടിയാണിത്. അമേരിക്ക അന്ന് ഇന്ത്യക്ക് വിരുദ്ധമായി പാകിസ്ഥാനെ സഹായിക്കാനാണ് വന്നത്. പാകിസ്ഥാന് വേണ്ടി ചൈന അപ്പുറത്തുണ്ടായിരുന്നു. ചൈനയും അമേരിക്കയും സപ്പോർട്ട് ചെയ്തൊരു യുദ്ധത്തിൽ 13 ദിവസം കൊണ്ട് ഇന്ത്യ വീഴ്ത്തുന്നു അറോറയുടെ നേതൃത്വത്തിൽ. ഒപ്പം തന്നെ മലയാളിയായിട്ടുള്ള സൈനിക തലത്തിൽ വലിയ പ്രമുഖനായിട്ടുള്ള ജേക്കബിൻ്റെ പേരും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കാരണം AK നിയാസി എന്ന ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ആളെ വളഞ്ഞിട്ട് പിടിച്ച് സൈക്കോളജിക്കലി ഇത് ചെയ്തിട്ടാണ് അതിൽ ഒപ്പിടിച്ചത്. അദ്ദേഹം മുന്നേ ഒപ്പിടാൻ തയ്യാറായിരുന്നില്ല. ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വളഞ്ഞിരിക്കുകയാണ്, കത്തിച്ച് ഭസ്മമാക്കി കളയുമെന്ന് അന്ന് പറഞ്ഞിരുന്നത് കേണൽ റാങ്കിന് മേലെ നിന്നിരുന്ന ജേക്കബാണ്. അത് മലയാളിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. ജഗത് സിംഗ് അറോറയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ആർമി പോയത് എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മറ്റേ വ്യോമ ബേസുകളിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ കറാച്ചിയിൽ ബോംബ് സ്ഫോടനം നടത്തി നാവിക സേനയും അവിടുത്തെ പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളൊക്കെ തകർത്ത് കളഞ്ഞു. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും തമ്മിൽ രണ്ടാക്കി മാറ്റി. ബംഗ്ലാദേശ് ഒരുപക്ഷെ മോചിതമാവാൻ കാരണം, മുജീബ് റഹ്മാൻ അതവിടുത്തെ അധികാരിയായിട്ട് വരാൻ കാരണം ഇന്ത്യയുടെ ഇടപെടലാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് വലിയ അർത്ഥമുണ്ട്. ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടായത് ഇന്ത്യ കാരണമാണ്. ഒരുപക്ഷെ ബംഗ്ലാദേശികൾ അത് ഓർക്കുന്നുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എസ് കെ വി പി ജെയിംസ്, ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിലേക്ക് നമ്മൊന്ന് പോകണം. ഈ സിറിയൻ അതിർത്തി പിടിച്ചടക്കി അവരെ അവിടെ വ്യാപിപ്പിക്കാൻ പോവാണ് കുടിയേറ്റ പ്രദേശങ്ങൾ എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഈ നെതന്യാഹു ഈ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടന്ന പെടപാടാണോ ഇതൊക്കെ? എസ് കെ എൻ, ഈ നെതന്യാഹുവിനെ ഒരു തരത്തിൽ അദ്ദേഹം ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു കമാൻഡറാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും ഈ ഹിറ്റ്ലറെ പോലുള്ള ഏകാധിപതികളെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കോടതിയിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ 3 തവണ. അദ്ദേഹം വലിയ അഴിമതി നടത്തിയെന്ന് ഇസ്രായേലിലെ കോടതികൾ പ്രഥമദൃഷ്ട്യാ പറയുകയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഈ യുദ്ധമുണ്ടായത്. അതുകൊണ്ടുണ്ടായെന്ന് പറയുന്നില്ല. പക്ഷേ യുദ്ധമുണ്ടായ ശേഷം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപാട് ചാൻസുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ, ലോകം മുഴുവൻ ഇസ്രായേലിനോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ. പക്ഷേ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ചില കമൻറ്റുകൾ കേൾക്കുന്നുണ്ട്, ഹമാസിൻ്റെ കൂടെയാണ് 24 എന്നുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് ഹമാസിൻ്റെ കൂടെയാണ് എന്നുള്ള വ്യാഖ്യാനമായിട്ട് കരുതേണ്ടതില്ല. നമ്മൾ എതിർക്കുന്നത് പാലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ 45,000-ഓളം പേര് 14 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. സ്കെയിൻ അതിൽ 70% പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്.
ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അല്ലാതെ ഹമാസിനെയോ ഹെസ്ബുള്ളയോ ന്യായീകരിക്കേണ്ട ആവശ്യം 24-നില്ല, നമുക്കില്ല. നമ്മൾ തീവ്രവാദത്തെ ഒരു തരത്തിൽ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ഒരു ഏകാധിപത്യപരമായ ഒരു ജനതയുടെ മേൽ, പരമാധികാരമുള്ള ഒരു ജനതയുടെ മേൽ ബോംബ് വർഷിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നത് ആധുനിക ലോകത്ത്, ജനാധിപത്യം വാഴുന്നു എന്ന് പറയുന്നൊരു ലോകത്ത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പല ലോകരാജ്യങ്ങളും മൗനം പാലിക്കുന്നു. ഇസ്രായേലിനോട് ചോദ്യം ചെയ്യാൻ ഐക്യരാഷ്ട്ര സംഘടന പലതവണ രംഗത്ത് വന്നു. എത്ര പ്രമേയങ്ങൾ പാസാക്കി. കഴിഞ്ഞ ദിവസം 193 രാജ്യങ്ങളിൽ 159 രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തത്. ഏതാണ്ട് ഒരു 10-15 രാജ്യങ്ങൾ വിട്ടുനിന്നു. ആകെ 8-9 രാജ്യങ്ങളാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ലോക മനസാക്ഷി ഇസ്രായേലിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെതിരെ എടുക്കുന്ന നിലപാടുകൾ ഒരിക്കലും ഹമാസിനെയോ ഹെസ്ബുള്ളയെയോ ന്യായീകരിക്കുന്നതല്ല. ഹമാസ് ഇസ്രായേലിൻ്റെ മണ്ണിൽ കയറി 2023 ഒക്ടോബർ 7-ന് 1200 ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ 1200-ന് പകരം ഒരു 14 മാസം കൊണ്ട് 45,000 പേരെയാണ് കശാപ്പ് ചെയ്തത്. ലെബനനിൽ 5000 പേരെ, സിറിയയിൽ വേറെ, വെസ്റ്റ് ബാങ്കിൽ വേറെ. ഈ തരത്തിൽ മനുഷ്യനെ ഈ കൊല ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കെതിരെയാണ് ഒരു പക്ഷേ പലപ്പോഴും ലോകരാജ്യങ്ങളുടെയൊക്കെ നിലപാടുകൾ വരുന്നത്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഈ മണിക്കൂറുകളിലും ഗസയിൽ ഒറ്റ ആക്രമണത്തിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഇസ്രായേൽ പറയുന്നൊരു ന്യായം SKN, അവർ പറയുന്നത് ഇവിടെ ഒക്കെ ഹമാസിൻ്റെ ആൾക്കാർ ഒളിച്ചിരിക്കുന്നു, അവരെ തകർക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഹമാസിൻ്റെ ആരും കൊല്ലപ്പെടുന്നില്ല. കൊല്ലപ്പെടുന്ന മുഴുവൻ പാവപ്പെട്ട മനുഷ്യരാണ്. അതിനിടയിൽ SKN യുക്രൈനിലും യുദ്ധം രൂക്ഷമായിരിക്കുകയാണ്. വടക്കൻ കൊറിയയോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യൻ സേനയുടെ അല്ലെങ്കിൽ റഷ്യയുടെ കുറേ പ്രദേശങ്ങൾ കർസ്കിൽ 1000 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചടക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുക്രൈൻ അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത വരുന്നു. എന്ന് മാത്രമല്ല അവിടെ സഫ്രോഷിയിൽ യുക്രൈൻ സേന ഒരു ട്രെയിൻ തകർത്തു. 40 ഫ്യൂവൽ ടാങ്കുകൾ, ഇന്ധന ടാങ്കുകൾ തകർന്നു പോയിട്ടുണ്ട്. യുക്രൈൻ സേന ആ പ്രദേശങ്ങൾ സഫ്രോഷിയിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് കർസ്കിൽ ആണെങ്കിൽ റഷ്യ കൂടുതൽ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഒരു വിചിത്രമായൊരു കാര്യം നടന്നിരിക്കുന്നത്, ഈ വടക്കൻ കൊറിയയുടെ സൈനികർ റഷ്യയെ അനുകൂലിച്ചുകൊണ്ട് വന്ന ചെച്ചനിയൻ പോരാളികൾ അല്ലെങ്കിൽ അവിടുത്തെ സൈനികരെ 8 പേരെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ്. ഇവർക്ക് പരസ്പരം ഭാഷ അറിയില്ല. ഭാഷ അറിയാത്തത് മൂലമുണ്ടായ പ്രശ്നം കൊണ്ട് അബദ്ധത്തിൽ ശത്രുക്കളാണെന്ന് വിചാരിച്ച് വെടിവെച്ചു എന്നാണ് പറയുന്നത്. 8 പേർ കൊല്ലപ്പെട്ടു. നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10,000 വടക്കൻ കൊറിയക്കാരെ റഷ്യയിൽ യുദ്ധത്തിനായിട്ട് യുക്രൈൻ യുദ്ധത്തിന് കൊണ്ടുവന്നത് വല്ലാതെ പൊല്ലാപ്പായിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. SKN, അപ്പോൾ ഈ തരത്തിൽ 2 യുദ്ധങ്ങൾ, ഒരു ഭാഗത്ത് ഇസ്രായേൽ, മറുഭാഗത്ത് യുക്രൈൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ ഇത് ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇസ്രായേലി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും. ട്രംപിൻ്റെ പിന്തുണയുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ബേബി ജെയിംസ്. ഇനി നമുക്ക് പറ്റുമെങ്കിൽ നാളെ കാണാം. ഓക്കെ, താങ്ക് യു.